നമസ്കാരം. എല്ലാ സുഹൃത്തുക്കൾക്കും PSC റാങ്ക് മേക്കേഴ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2018 കറണ്ട് അഫയേഴ്സുകൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ 4ാമത്തെ വീഡിയോയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതിനു മുന്നേ ഉള്ള വീഡിയോയിൽ പറയാത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പറയാൻ മറന്നു പോയതും ഇനി നമ്മൾ വളരെ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരുപാട് വസ്തുതകൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ, ഇനി ഒരു പാർട്ടും കൂടെ ഈ വീഡിയോയ്ക്ക് ഉണ്ടായിരിക്കും. അതിനു മുൻപേ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം ഞാൻ പറയാം. ഇതിൽ നമ്മൾ സ്പോർട്സുമായി ബന്ധപ്പെട്ടതും പിന്നെ കുറച്ച് ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷനുകളുമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ആദ്യമായി നമുക്ക് ഗ്രാൻഡ് സ്ലാമിനെ കുറിച്ച് നോക്കാം. ഗ്രാൻഡ് സ്ലാം എന്ന് പറയാൻ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ടെന്നീസുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും എപ്പോഴും കേൾക്കുന്ന ഒരു പദമാണ് ഗ്രാൻഡ് സ്ലാം എന്ന് പറയുന്നത്. 2018 ഗ്രാൻഡ് സ്ലാമിനെ കുറിച്ച് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. അതിനു മുമ്പേ ഗ്രാൻഡ് സ്ലാം എപ്പോഴൊക്കെയാണ് നടന്നിരിക്കുന്നതെന്ന് പല പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുള്ളത് കൊണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ഗ്രാൻഡ് സ്ലാം എന്ന് പറയുന്നത് എന്താണ്? ഒരു ടെന്നീസ് ടൂർണമെൻ്റ് ആണ്. അതിൻ്റെ ഓർഡർ ഒന്ന് പഠിച്ചു വെക്കുക. ആദ്യം നടക്കുന്നത് ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്. അത് ജനുവരി പകുതിയോട് കൂടിയാണ് നടക്കുന്നത്. ഇപ്പോഴത്തെ ഓസ്ട്രേലിയൻ ഓപ്പൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കോർട്ടിൻ്റെ ടൈപ്പ് ഹാർഡ് കോർട്ടിലാണ് ഇത് നടക്കുന്നത്. ഓക്കെ, അപ്പം ഓസ്ട്രേലിയൻ ഓപ്പൺ ഹാർഡ് കോർട്ടിലാണ് നടക്കുന്നത്. ജനുവരി പകുതിയോട് കൂടി ഇത് സ്റ്റാർട്ട് ചെയ്യും. രണ്ടാമത് നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ആണ് ഏതെന്ന് പറയുന്നത് ഫ്രഞ്ച് ഓപ്പൺ എന്ന് പറയുന്നത്. അത് മെയ് ജൂൺ മാസങ്ങളിലായിട്ട് നടക്കുന്നത് ക്ലേ കോർട്ടിലാണ് ഇത് നടക്കുന്നത്. അടുത്ത മൂന്നാമത്തെ ഗ്രാൻഡ് സ്ലാം എന്ന് പറയുന്നത് വിംബിൾട്ടൺ ആണ്. വിംബിൾട്ടൺ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഗ്രാസ് കോർട്ടിൽ നടക്കും. നാലാമതെന്ന് പറയുന്നത് US ഓപ്പൺ ആണ്. അത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ഹാർഡ് കോർട്ടിൽ, നമ്മുടെ ഓസ്ട്രേലിയൻ ഓപ്പൺ പോലെ US ഓപ്പണും ഹാർഡ് കോർട്ടിൽ തന്നെയാണ് നടക്കുന്നത്. ഇനി നമുക്ക് ഈ കഴിഞ്ഞ 2018 ഗ്രാൻഡ് സ്ലാമിൽ പ്രധാനപ്പെട്ട കിരീടങ്ങൾ നേടിയതാരാന്ന് നോക്കാം. ഇത് സിംഗിൾസിൻ്റെ കാര്യം മാത്രമേ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. കാരണം മിക്കുള്ള പരീക്ഷയ്ക്കും ചോദിച്ച് കണ്ടിട്ടുള്ളത് സിംഗിൾസിൽ കിരീടം നേടിയത് ആർക്കാണ്, മെൻ സിംഗിൾസിൽ ആര് നേടി അല്ലെങ്കിൽ വുമൺ സിംഗിൾസ് ആര് നേടി എന്നുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ കൂടുതലും പ്രതീക്ഷിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായി നോക്കാം. ഓസ്ട്രേലിയൻ ഓപ്പൺ മെൻസ് നേടിയതെന്ന് പറഞ്ഞാൽ റോജർ ഫെഡററാണ്. സ്വിസ് കളിക്കാരനായ റോജർ ഫെഡറർക്കാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ മെൻസ് സിംഗിൾസ് കിരീടം കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പൺ വുമൺ സിംഗിൾസ് കിരീടം കിട്ടിയതെന്ന് പറഞ്ഞാൽ കരോളിൻ വോസ്നാക്കി എന്ന് പറയുന്ന ഡെൻമാർക്കിൻ്റെ പ്ലെയറിനാണ്. ഓക്കെ, അപ്പം കരോളിൻ വോസ്നിയാക്കി എന്ന് പറയുന്ന ഡെൻമാർക്കിൻ്റെ പ്ലെയറിനാണ് എന്ത് കിട്ടിയത്? ഓസ്ട്രേലിയൻ ഓപ്പൺ വുമൺസ് കിരീടം നേടിയത്. ഓക്കെ, ഈ ഫ്രഞ്ച് ഓപ്പൺ മെൻസ് കിരീടം റഫേൽ നദാൽ സ്വന്തമാക്കി. സ്പെയിൻ്റെ കളിക്കാരനായ റഫേൽ നദാൽ. ഓക്കെ, അപ്പം ഈ നമ്മളുടെ റാഫേൽ യുദ്ധവിമാന ഇടപാട് നമ്മൾ ഏത് രാജ്യവുമായിട്ടാണ് നടത്തുന്നത് ചോദിച്ചാൽ അതും ഫ്രാൻസ് തന്നെയാണ്. ഓക്കെ, അപ്പം ഫ്രഞ്ച് ഓപ്പൺ കിട്ടിയത് ആർക്കാണ്? റഫേൽ നദാൽ, സ്പെയിൻ്റെ കളിക്കാരനാണ്. ഫ്രഞ്ച് ഓപ്പൺ വുമൺസ് കിട്ടിയതെന്ന് പറഞ്ഞാൽ സിമോണ ഹലേപ്പ് എന്ന് പറയുന്ന റൊമാനിയ പ്ലെയറിനാണ്. ഓക്കെ, റൊമാനിയ പ്ലെയറായ സിമോണോ ഹലേപ്പിനാണ് എന്ത് കിട്ടിയത്? ഫ്രഞ്ച് ഓപ്പൺ വുമൺസ് സിംഗിൾസിൽ കിരീടം ലഭിച്ചത്. അടുത്ത വിംബിൾട്ടൺ മെൻസ് കിരീടം കരസ്ഥമാക്കിയത് നൊവാക് ദോക്കോവിച്ച് ആണ്. സെർബിയയുടെ പ്ലെയറായ നൊവാക് ദോക്കോവിച്ച്. ആ രാജ്യം കൂടി പഠിക്കണം, കാരണം പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഏത് രാജ്യത്തിൻ്റെ കളിക്കാരനാണ് അപ്പോൾ ദോക്കോവിച്ച് എന്നോ അല്ലെങ്കിൽ റോജർ ഫെഡറർ എന്നോ അല്ലെങ്കിൽ റാഫേൽ നദാലോ എന്നൊക്കെ ചോദിക്കാൻ വളരെയേറെ ചാൻസ് ഉണ്ട്. അപ്പോൾ രാജ്യത്തിൻ്റെ പേര് കൂടി മറക്കാതെ പഠിക്കുക. അപ്പോൾ വിംബിൾട്ടണിൽ മെൻസ് കിരീടം നൊവാക് ദോക്കോവിച്ച് കരസ്ഥമാക്കി. സെർബിയൻ പ്ലെയറാണ് ആരെന്ന് പറയുന്നത്? നൊവാക് ദോക്കോവിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത വിംബിൾട്ടൺ വുമൻസ് കിരീടം കിട്ടിയെന്ന് പറയുന്നത് ആർക്കാണ്? ആഞ്ചലിക് കെർബർ. ഓക്കെ, അപ്പോൾ ആഞ്ചലിക് കെർബറിനാണ് വുമൻസ് കിരീടം കിട്ടിയത്. ഓക്കെ, ജർമ്മനിയുടെ പ്ലെയറാണ് ആഞ്ചലിക് കെർബർ എന്ന് പറയുന്നത്. അപ്പോൾ വിംബിൾട്ടൺ വുമൻസ് കിരീടം കരസ്ഥമാക്കിയതാരാണ്? ആഞ്ചലിക് കെർബർ. ഓക്കെ, അടുത്ത US ഓപ്പണിൽ മെൻസ് കിരീടം നൊവാക് ദോക്കോവിച്ചിന് തന്നെ കിട്ടി. ഓക്കെ, അപ്പം വിംബിൾട്ടൺ മെൻസ് കിരീടവും US ഓപ്പൺ മെൻസ് കിരീടവും കിട്ടിയത് ആർക്കാണ്? നൊവാക് ദോക്കോവിച്ചിന് തന്നെയാണ്. ഓക്കെ, US ഓപ്പൺ വുമൻസ് കിരീടമാണെങ്കിൽ നവോമി ഒസാക്കയ്ക്ക് കിട്ടി. ജപ്പാൻ്റെ കളിക്കാരിയാണ് ആരെന്ന് പറയുന്നത്? നവോമി ഒസാക്കി എന്ന് പറയുന്നത്. അപ്പോൾ ജപ്പാൻ പ്ലെയറായ നവോമി ഒസാക്കയ്ക്ക് US ഓപ്പൺ വുമൻസ് കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതൊന്ന് എഴുതി വെച്ചിട്ടോ ഒക്കെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഇതിൽ നിന്നൊരു ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ വരുന്ന ഒരു പാർട്ടാണ് ഈ പറഞ്ഞത്. ഇനി നമുക്ക് ക്രിക്കറ്റ് നോക്കാം. ക്രിക്കറ്റിൽ നമുക്ക് ഇന്ത്യക്ക് ഉള്ള ഒരു വളരെയേറെ നേട്ടങ്ങൾ കിട്ടിയ ഒരു വർഷമാണ് 2018 എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. വൺ ഡേ ഇൻ്റർനാഷണലിൽ ഏറ്റവും കൂടുതൽ റണ്ണ് നേടിയ താരം എന്നുള്ള ബഹുമതി ഈ വർഷം 2018 വർഷം സ്വന്തമാക്കിയത് വിരാട് കോഹ്ലിയാണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ കളിക്കാരൻ എന്നുള്ള ഖ്യാതി സ്വന്തമാക്കിയത് റാഷിദ് ഖാനാണ്. അഫ്ഗാന്റെ പ്ലെയറായ റാഷിദ് ഖാനാണ് വൺ ഡേ ഇൻ്റർനാഷണൽ ODIയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ 2018 നേടിയത്. ഓക്കെ,
ഇനി നമുക്ക് 2020 വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റണ്ണ് നേടിയതെന്ന് പറഞ്ഞാൽ ശിഖർ ധവാനാണ്. അതും ഇന്ത്യൻ പ്ലെയറാണ്. ഇന്ത്യൻ പ്ലെയറായ ശിഖർ ധവാനാണ് ഏറ്റവും കൂടുതൽ റൺസ് 2020 നേടിയത്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് ആരാണ് നേടിയതെന്ന് വെച്ചാൽ ആൻഡ്രൂ ടൈ ആണ്. ഓക്കെ, ആൻഡ്രൂ ടൈ ആയ ഓസ്ട്രേലിയൻ പ്ലെയറായ ആൻഡ്രൂ ടൈ ആണ് ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ 2020 നേടിയത്. അടുത്ത ടെസ്റ്റ് ക്രിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റണ്ണ് വീണ്ടും വിരാട് കോഹ്ലിക്ക് തന്നെയാണ് വന്നത്. ഓക്കെ ഓക്കെ അപ്പം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റണ്ണ് നേടിയത് ആരാണ്? വിരാട് കോഹ്ലിയാണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയെന്ന് പറഞ്ഞാൽ കഗിസോ റബാദ, സൗത്ത് ആഫ്രിക്കൻ്റെ കളിക്കാരനായ സൗത്ത് ആഫ്രിക്കൻ പ്ലെയറായ കഗിസോ റബാദയാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ സ്വന്തമാക്കിയത്. അപ്പം 1 ഡേയിലും 2020 ടെസ്റ്റ് ക്രിക്കറ്റിലും ഏറ്റവും കൂടുതൽ റൺസും ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ആൾക്കാരുടെ പേര് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുക. ഒരു ക്വസ്റ്റ്യൻ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. അടുത്ത് നമുക്ക് ICC അവാർഡ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. ICCയുടെ പ്രധാനപ്പെട്ട അവാർഡുകളെല്ലാം നമ്മൾ ഇന്ത്യക്കാരിഞ്ഞ് കൊണ്ടുവരികയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ക്രിക്കറ്റർ ഓഫ് ഇയർ ആയിട്ട് വിരാട് കോഹ്ലി സെലക്റ്റായി. ടെസ്റ്റ് പ്ലെയർ ഓഫ് ദ ഇയർ ആയിട്ടും വിരാട് കോഹ്ലി തന്നെയാണ് വന്നത്. ODI പ്ലെയർ ആയിട്ടും ആര് തന്നെ സെലക്റ്റായി? വിരാട് കോഹ്ലി തന്നെ സെലക്റ്റായി. അപ്പം 3 അവാർഡുകൾ, 3 പ്രധാനപ്പെട്ട അവാർഡുകൾ വിരാട് കോഹ്ലിയുടെ പേരിലായി. എന്തൊക്കെയാണ്? ക്രിക്കറ്റർ ഓഫ് ദ ഇയർ, ടെസ്റ്റ് പ്ലെയർ ഓഫ് ദ ഇയർ, ODI പ്ലെയർ ഓഫ് ദ ഇയർ. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട അവാർഡുകൾ നേടുന്ന ഒരു മികച്ച കളിക്കാരനായി ആര് മാറി? വിരാട് കോഹ്ലി മാറി. ഓക്കെ, ഇനി 2020 നോക്കുകയാണെങ്കിൽ 2020 ഏറ്റവും നല്ല പെർഫോമൻസിനുള്ള അവാർഡ് ആരോൺ ഫിഞ്ചിനാണ് കിട്ടിയത്. ഓസ്ട്രേലിയൻ പ്ലെയറായ ആരോൺ ഫിഞ്ചാണ് 2020 ഏറ്റവും നല്ല ക്രിക്കറ്ററായി തിരഞ്ഞെടുത്തത്. ഓക്കെ, അടുത്ത എമർജിംഗ് പ്ലെയർ ഓഫ് ദ ഇയർ ആയിട്ട് ഋഷഭ് പന്ത് തിരഞ്ഞെടുത്തു. ഓക്കെ, ഋഷഭ് പന്ത് നമ്മളെ ഇന്ത്യക്ക് വീണ്ടും അഭിമാനിക്കാവുന്ന നിമിഷം. ആരാണ് എമർജിംഗ് പ്ലെയർ? ആരാണ്? ഋഷഭ് പന്താണ്. അടുത്ത അമ്പയർ ഓഫ് ദ ഇയർ ആയിട്ട് ശ്രീലങ്കയിൽ നിന്നുള്ള കുമാർ ധർമ്മസേനയാണ് സെലക്ട് ആയത്. ആരാണ്? കുമാർ ധർമ്മസേന. ഏറ്റവും നല്ല അമ്പയറിനുള്ള അവാർഡ് 2018 കിട്ടിയത് ആർക്കാണ്? കുമാർ ധർമ്മസേനയ്ക്കാണ്. വുമൺ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ ആയിട്ട് സ്മൃതി മന്ദാന. വീണ്ടും ഇമ്പോർട്ടൻറ്റ്, വീണ്ടും വളരെയേറെ നമുക്ക് സന്തോഷിക്കാനുള്ള നിമിഷം. ഇന്ത്യക്കാരിയായ സ്മൃതി മന്ദാനയ്ക്കാണ് എന്ത് കിട്ടിയത്? വുമൻസ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ അവാർഡ് കിട്ടിയത്. ഓക്കെ, അടുത്ത വുമൻസ് ODI ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയിട്ടും തിരഞ്ഞെടുത്തത് ആരെ തന്നെയാണ്? സ്മൃതി മന്ദാനെ തന്നെയാണ് തിരഞ്ഞെടുത്തത്. അപ്പം ODI ക്രിക്കറ്റർ ഓഫ് ദി ഇയറും വുമൺ ക്രിക്കറ്റർ ഓഫ് ദി ഇയറും ആയി തിരഞ്ഞെടുത്തത്, വുമൺ ODI ക്രിക്കറ്റർ ഓഫ് ദി ഇയറും വുമൺ ക്രിക്കറ്റർ ഓഫ് ദി ഇയറും ആയി തിരഞ്ഞെടുത്തതും സ്മൃതി മന്ദാനെ തന്നെയാണ്. ഓക്കെ, അടുത്ത വുമൺ 2020 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തത് അലൈസ ഹെയ്ലി. ഓക്കെ, അലൈസ ഹെയ്ലി, ഓസ്ട്രേലിയൻ പ്ലെയറായ അലൈസ ഹെയ്ലിയാണ് 2020 ക്രിക്കറ്റർ ഓഫ് ദ ഇയർ, വുമൺ 2020 ക്രിക്കറ്റർ ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ, അടുത്ത ഫാൻസ് മൊമെന്റ്, ഇന്ത്യ വിൻ അണ്ടർ-19 വേൾഡ് കപ്പ്. അതാണ് ഏറ്റവും നല്ല ഫാൻസ് മൊമെന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഏതാണ്? അണ്ടർ-19 വേൾഡ് കപ്പ് ഇന്ത്യ നേടിയത്. അതാണ് ഏറ്റവും നല്ല ഫാൻസ് മൊമെന്റ് ആയിട്ട് ICC തിരഞ്ഞെടുത്തത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് ഒരു സ്പോർട്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് ക്രിക്കറ്റിൽ നിന്നാണെങ്കിൽ ഇതിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും മിക്കപ്പോഴും വരാൻ ചാൻസ് ഉള്ളത്. അതുകൊണ്ട് വളരെ വ്യക്തമായി പഠിക്കുക. അടുത്തെന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. സ്പോർട്സുമായി ബന്ധപ്പെട്ടതുണ്ട്, അല്ലാത്തതുണ്ട്. ഓക്കെ, അപ്പോൾ സ്പോർട്സുമായി ബന്ധപ്പെട്ടത് നമുക്ക് ആദ്യം നോക്കാം. അണ്ടർ-19 ഏഷ്യ കപ്പ് നേടിയത് ഇന്ത്യയാണ്. അപ്പം അണ്ടർ-19 ഏഷ്യ കപ്പ് ആരാണ് നേടിയത്? ഇന്ത്യയാണ്. ഇനി ഏഷ്യ കപ്പും 2018 നേടിയത് ആരാണ്? ഇന്ത്യ തന്നെയാണ്. അണ്ടർ-19 നോർമൽ ഏഷ്യ കപ്പും അണ്ടർ-19 ഏഷ്യ കപ്പും നേടിയത് ആരാണ്? ഇന്ത്യ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആഷസ് എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മത്സരമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ആഷസിൻ്റെ ഹിസ്റ്ററിയൊക്കെ നമുക്ക് എല്ലാവർക്കും പരിചിതമായിരിക്കും. അപ്പം ആഷസ് ഈ വട്ടം നേടിയത് ആരാണ്? ഓസ്ട്രേലിയയാണ് നേടിയത്. ഓക്കെ, ആഷസ് കപ്പ് ആർക്കാണ് കിട്ടിയത്? ഓസ്ട്രേലിയക്കാണ് കിട്ടിയത്. ഓക്കെ, അടുത്ത ഹോക്കി വുമൻസ് വേൾഡ് കപ്പ് വിന്നർ നെതർലാൻഡ് ആയിരുന്നു. അപ്പം വുമൻസ് ഹോക്കി വേൾഡ് കപ്പിൻ്റെ വിന്നറായിട്ട് നെതർലാൻഡ് വന്നു. അടുത്തതെന്ന് പറഞ്ഞാൽ ഹോക്കി മെൻസ് വേൾഡ് കപ്പ് ആര് സ്വന്തമാക്കി? ബെൽജിയം സ്വന്തമാക്കി. ഓക്കെ, ഹോക്കി മെൻസ് വേൾഡ് കപ്പ് ആരാണ് സ്വന്തമാക്കിയത്? ബെൽജിയം. വുമൻസ് വേൾഡ് കപ്പ് നെതർലാൻഡും മെൻസ് വേൾഡ് കപ്പ് ബെൽജിയവും സ്വന്തമാക്കി. ഓക്കെ, 2018 ബ്ലൈൻഡ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഇന്ത്യ കരസ്ഥമാക്കി. ഓക്കെ, കാഴ്ച ശക്തി ഇല്ലാത്തവരുടെ വേൾഡ് കപ്പ്, ആ വേൾഡ് കപ്പ് ഇന്ത്യ സ്വന്തമാക്കി. അപ്പോൾ അണ്ടർ-19 വേൾഡ് കപ്പ് ഇന്ത്യ സ്വന്തമാക്കി. അണ്ടർ-19 വേൾഡ് കപ്പ് അല്ല, അണ്ടർ-19 ഏഷ്യ കപ്പ് ഇന്ത്യ സ്വന്തമാക്കി. പിന്നെന്താണ്? ഏഷ്യ കപ്പ് ഇന്ത്യ സ്വന്തമാക്കി. പിന്നെന്താണ്? 2018 ബ്ലൈൻഡ് ക്രിക്കറ്റ് വേൾഡ് കപ്പും ഇന്ത്യ സ്വന്തമാക്കി. ഓക്കെ, ഇനി നമുക്ക് സന്തോഷ് ട്രോഫിയിലോട്ട് വരാം. സന്തോഷ് ട്രോഫി ഫുട്ബോൾ കേരളം സ്വന്തമാക്കി. വളരെ ഇമ്പോർട്ടൻറ്റ്, പഠിക്കുക. 2018 സന്തോഷ് ട്രോഫി വിന്നർ ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? കേരളമാണ്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ. ഓക്കെ, അടുത്ത നാഷണൽ സ്ക്വാഷ് വുമൻസ് സിംഗിൾസ് ജോഷ്ന ചിന്നപ്പ സ്വന്തമാക്കി. അപ്പോൾ ജോഷ്ന ചിന്നപ്പയ്ക്കാണ് നാഷണൽ സ്ക്വാഷ് വുമൻസ് സിംഗിൾസ് സ്വന്തമാക്കിയത്. ഓക്കെ, അടുത്ത ഫസ്റ്റ് ഇമൺ ടു വോൺ BWF വേൾഡ് ടൂർ ഫൈനൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ്റെ വേൾഡ് ടൂർ ഫൈനൽ നേടിയത് ആരാണ്?
ബാഡ്മിൻ്റൺ ഒരു ചാമ്പ്യൻഷിപ്പാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ചാമ്പ്യൻഷിപ്പാണ് BWF വേൾഡ് ടൂർ എന്ന് പറയുന്നത്. അത് നമ്മുടെ PV സിന്ധു സ്വന്തമാക്കി. ഇനി വളരെ ഇമ്പോർട്ടൻറ്റും പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയുടെ 150ാമത് ടെസ്റ്റ് വിജയം ഏത് രാജ്യത്തിനെതിരെയായിരുന്നു? ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു. ഓസ്ട്രേലിയയെ 137 റൺസിന് നമ്മൾ പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഓക്കെ, ആ ചാമ്പ്യൻഷിപ്പും നമ്മൾ തന്നെ നേടി. ഓക്കെ, ആ ടെസ്റ്റ് സീരീസും ഇന്ത്യ തന്നെ കരസ്ഥമാക്കി. ഓസ്ട്രേലിയൻ മണ്ണിൽ ഇന്ത്യൻ വിജയം. ഓക്കെ, മറന്നു പോകരുത്, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മളുടെ ജനറൽ എന്ന് ഞാൻ പറഞ്ഞതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോയിന്റ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വട്ടം കേരളം നമുക്ക് ഓർക്കാൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥിതിയിലൂടെ കടന്നുപോയതാണ്. നമ്മൾ കണ്ടതാണ് ഓഗസ്റ്റ് മാസത്തിൽ പ്രളയം കേരളത്തെ വിഴുങ്ങിയ അവസ്ഥ നമ്മൾ കണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യനുകൾ. ഓക്കെ, അപ്പം അതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുമായി ബന്ധപ്പെട്ട ഓപ്പറേഷനുകളെ കുറിച്ചിട്ടാണ്. അപ്പം അതിന് നേവി നടത്തിയ ഓപ്പറേഷൻ മദാദ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ആർമി നടത്തിയ ഓപ്പറേഷൻ സഹയോഗ് എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നു. എയർഫോഴ്സ് നടത്തിയ ഓപ്പറേഷൻ കരുണ എന്ന പേരിലും, കേരള പോലീസും കേരള ഫയർഫോഴ്സും ജോയിൻ്റായി നടത്തിയ ഓപ്പറേഷൻ ജലരക്ഷ എന്ന് പറഞ്ഞ പേരിലും അറിയപ്പെടുന്നു. അപ്പോൾ ഒന്നുകൂടെ നോക്കാം, കേരള ഫ്ലഡുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷനുകളുടെ പേരൊന്ന് നോക്കുക, ഒരു ക്വസ്റ്റ്യൻ കിട്ടാൻ ചാൻസ് ഉള്ളതാണ്. നേവി നടത്തിയ ഓപ്പറേഷൻ മദാദ്. ആർമി നടത്തിയ ഓപ്പറേഷൻ സഹയോഗ്. എയർഫോഴ്സ് നടത്തിയ ഓപ്പറേഷൻ കരുണ. കേരള പോലീസും കേരള ഫയർഫോഴ്സും ജോയിൻ്റായി നടത്തിയ ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ ജലരക്ഷ. പഠിച്ചു വയ്ക്കുക, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്തത് നമുക്ക് ജനറൽ ആയിട്ടുള്ള മറ്റ് ഇൻഫർമേഷൻ നോക്കാം. നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് നമ്മൾ 25 ജാൻ ആഘോഷിച്ചു. അടുത്തതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ മെട്രോ സിറ്റി ഫ്ലോട്ടിംഗ് മാർക്കറ്റ് നിലവിൽ വന്ന ആദ്യത്തെ മെട്രോ സിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അത് കൊൽക്കട്ടയാണ്. ഇന്ത്യയിൽ നമ്മളുടെ ഒരു മിഷൻ നടപ്പിലാക്കുന്നുണ്ട്. 2022 കൂടി ആളുകളെ സ്പേസിലോട്ട് അയക്കുന്ന ഒരു മിഷൻ. ആ മിഷൻ്റെ പേര് ചോദിച്ചാൽ ഗഗൻയാൻ എന്നാണ്. നമ്മളൊരു 3 പേരെ സ്പേസിലോട്ട് അയക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. 2022 അയക്കാൻ പറ്റുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഓക്കെ, അടുത്ത രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനായി ഹരിവംശ് നാരായൺ സിംഗ് വന്നു. ഓക്കെ, ഹരിവംശ് നാരായൺ സിംഗ് രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനായിട്ട് നിയമിതനായി. പിന്നെ ലോകത്തിലെ ഒരു കുടക്കീഴിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ടായിട്ട് ഇസ്താംബുൾ വന്നു. ഇസ്താംബുളിലെ എയർപോർട്ട് എന്താണ്? ഒരു കുടക്കീഴിലുള്ള അണ്ടർ വൺ റൂഫിന് അടിയിലുള്ള ഏറ്റവും വലിയ എയർപോർട്ട് എന്നുള്ള ഖ്യാതി ഇസ്താംബുൾ എയർപോർട്ട് സ്വന്തമാക്കി. കഴിഞ്ഞ 2018 ഒക്ടോബറിൽ അതിൻ്റെ ഉദ്ഘാടനവും 2018 ഡിസംബറോടുകൂടി അത് ഫുള്ളി ഫങ്ഷനിലും ആവും എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ സ്റ്റാച്യു ഓഫ് യൂണിറ്റി നമ്മുടെ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. 182 മീറ്ററാണ് ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 182 മീറ്റർ. ഇതിന് തൊട്ട് മുന്നേ ഏതായിരുന്നു ഏറ്റവും വലിയ പ്രതിമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പ്രിംഗ് ടെമ്പിൾ ബുദ്ധ ഇൻ ചൈന. അപ്പം ചൈനയിലെ ബുദ്ധന് വേണ്ടി ഉണ്ടായിരുന്ന സ്പ്രിംഗ് ടെമ്പിൾ ആണ് ഇതിനു മുന്നേ ഏറ്റവും വലിയ പ്രതിമ ആയിരുന്നത്. ഓക്കെ, ഇനി നമ്മളുടെ IXIGO എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ആപ്പുണ്ട്. ഓക്കെ, നമ്മളെ ട്രാവലിനൊക്കെ സഹായിക്കുന്ന ഒരു ആപ്പാണ്. അത് നടത്തിയ സർവേയിൽ ഏറ്റവും നല്ല എയർപോർട്ട്, ഏറ്റവും ക്ലീനസ്റ്റ് എയർപോർട്ടായിട്ട്, വൃത്തിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന എയർപോർട്ടായിട്ട് നമ്മുടെ കോഴിക്കോട് എയർപോർട്ടിനെ തിരഞ്ഞെടുക്കുകയുണ്ടായി. ഒന്ന് ഓർത്ത് നോക്കുക, ചിലപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഒരു ചോദ്യം ചോദിക്കണമെന്ന് വെച്ചാൽ ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യനാണിത്. അപ്പോൾ IXIGO എന്ന് പറയുന്ന ഓൺലൈൻ മൊബൈൽ ആപ്പ് നടത്തിയ സർവേയിൽ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള എയർപോർട്ടായി തിരഞ്ഞെടുത്തത് ഏതാണ്? കോഴിക്കോട് എയർപോർട്ടാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ കലാമണ്ഡലം ഗീതാനന്ദൻ എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു ഓട്ടംതുള്ളൽ കലാകാരൻ 2018 മരണപ്പെട്ടു പോവുകയുണ്ടായി. അതും ഒന്ന് പഠിച്ചു വെക്കുക, കാരണം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ സീറോ ബജറ്റ് നാച്ചുറൽ ഫാമിംഗ് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അത് ഹിമാചൽ പ്രദേശിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, സീറോ ബജറ്റ് നാച്ചുറൽ ഫാമിംഗ് പ്രോജക്റ്റ്. ഓക്കെ, അത് ഓർഗാനിക് ഫാമിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് സീറോ ബജറ്റ് നാച്ചുറൽ ഫാമിംഗ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അത് തുടങ്ങിയ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശാണ്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായി ടീ ഗാർഡൻസിൽ വർക്ക് ചെയ്യുന്ന പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമൻസിന് വേജ് കോമ്പൻസേഷൻ കൊടുക്കാൻ തീരുമാനിച്ച സംസ്ഥാനമായി ആസാം തിരഞ്ഞെടുത്തു. ആസാം നമുക്കറിയാം, ഇന്ത്യയുടെ തേയിലത്തോട്ടം എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആസാമിലാണ്. അപ്പം ആസാമിൽ തേയിലത്തോട്ടങ്ങളിൽ വർക്ക് ചെയ്തിരുന്ന ഗർഭിണികളായ സ്ത്രീകൾക്ക് വേജ് കോമ്പൻസേഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. ഇന്ത്യയിൽ ആദ്യത്തെ സംഭവമാണ്. അത് നടപ്പിലാക്കിയത് ആസാമിലാണ്.
അടുത്ത ഇന്ത്യ സ്കിൽസ് കേരള എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കൊച്ചിയിൽ നടക്കുകയുണ്ടായി. അതൊന്ന് പഠിക്കുക. അടുത്തതെന്ന് പറയുന്നത് 8ാമത് ഏഷ്യയിലെ യോഗ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് തിരുവനന്തപുരത്ത് നടന്നു. ഓക്കെ, അപ്പം 8th ഏഷ്യൻ യോഗ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് എവിടെയാണ് നടന്നത്? തിരുവനന്തപുരത്ത്. അപ്പം 8ാമത് ഏഷ്യൻ യോഗ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് തിരുവനന്തപുരത്ത് നടക്കുകയുണ്ടായി. ഇനി കണ്ണൂർ എയർപോർട്ട് 9 ഡിസംബർ 2018 ഉദ്ഘാടനം ചെയ്തു. കിയാൽ എന്ന് പറയുന്ന കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്. ഓക്കെ, കിയാൽ എന്ന് പറയുന്ന എയർപോർട്ട് 9 ഡിസംബർ 2018 നമ്മുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് 4 ഇന്റർനാഷണൽ എയർപോർട്ടുകളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അഭിമാനത്തോടെ പറയാം ഏതാണ്? കേരളമാണ്. 4 ഇന്റർനാഷണൽ എയർപോർട്ടുകളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. ഓക്കെ, ഇനി നാഷണൽ ചിൽഡ്രൻ സയൻസ് കോൺഗ്രസ് ഒഡീഷയിലെ ഭുവനേശ്വറിൽ വെച്ച് നടക്കുകയുണ്ടായി. ഓക്കെ, ഒഡീഷയിലെ ഭുവനേശ്വറിൽ വെച്ചിട്ട് നാഷണൽ ചിൽഡ്രൻ സയൻസ് കോൺഗ്രസ് നടന്നു. പിന്നെ നമുക്ക് നമ്മുടെ അയൽ സംസ്ഥാനം വളരെ വളരെ വലിയൊരു സൈക്ലോണിന് ഇരയായി. ഏതാണ്? ഗജ എന്ന് പറഞ്ഞൊരു ചുഴലിക്കാറ്റ് തമിഴ്നാട്ടിലും ആന്ധ്രയിലും ആഞ്ഞടിക്കുകയുണ്ടായി. ഒരുപാട് നാശനഷ്ടങ്ങളും മരണങ്ങളും ഒക്കെ ഉണ്ടായി. അതും 2018 നമുക്ക് ഖേദകരമായ ഒരു ഓർമ്മയാണ്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഇന്ത്യൻ അംബാസിഡർ ടു US ആയിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലോട്ടുള്ള ഇന്ത്യൻ അംബാസിഡറായിട്ട് ഹർഷ് വർദ്ധൻ ശൃംഗള. ഓക്കെ, അപ്പോൾ ഹർഷ് വർദ്ധൻ ശൃംഗള ഇന്ത്യൻ അംബാസിഡർ ടു US ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. അടുത്ത അഡീഷണൽ സോളിസിറ്റർ ജനറലായിട്ട് മാധവി ദിവാൻ നിയമിതയായി. ഓക്കെ, അപ്പം മാധവി ദിവാൻ ആരായിട്ടാണ് നിയമിതയായത്? അഡീഷണൽ സോളിസിറ്റർ ജനറലായിട്ട് മാധവി ദിവാൻ നിയമിതയായി. ഇന്ത്യയിലെ ആദ്യത്തെ എഞ്ചിനില്ലാത്ത ട്രെയിൻ 18. ഓക്കെ, ട്രെയിൻ 18 യാത്ര തുടങ്ങിയതും കഴിഞ്ഞ വർഷമാണ്. അടുത്ത ട്രെയിൻ 18 വന്നതും കഴിഞ്ഞ വർഷമാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ GST കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ആദ്യത്തെ കാൽക്കുലേറ്റർ കാസിയോ എന്ന് പറയുന്ന കമ്പനി പുറത്തിറക്കി. അതും കഴിഞ്ഞ വർഷമാണ്. അപ്പോൾ ചോദിക്കാം, ആദ്യത്തെ GST കാൽക്കുലേറ്റർ പുറത്തിറക്കിയ കാൽക്കുലേറ്റർ കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കാസിയോ ആണ്. ഇനി ഇന്റർനാഷണൽ ഗീത ഫെസ്റ്റിവൽ ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ വെച്ച് നടക്കുകയുണ്ടായി. ഓക്കെ, ഇവിടെ വെച്ചിട്ടാണ് നടന്നത്. ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ വെച്ചിട്ട് ഇന്റർനാഷണൽ ഗീത ഫെസ്റ്റിവൽ നടന്നു. ഇനി ഞാൻ കഴിഞ്ഞ വട്ടത്തെ അതിനകത്ത് മറന്നുപോയത്, ഞാൻ വിട്ടുപോയതായിട്ടുള്ള ഒരു കാര്യമാണ് നോബൽ പ്രൈസ്. വളരെ ഇമ്പോർട്ടൻറ്റും പരീക്ഷയ്ക്ക് മിക്കപ്പോഴും ചോദിക്കുന്നതും ഞാൻ എങ്ങനെ വിട്ടുപോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാത്തതുമായ ഒരു ഭാഗമാണ് ഈ നോബൽ 2018 എന്ന് പറയുന്നത്. തീർച്ചയായും പഠിച്ചിരിക്കണം. ഒരു ക്വസ്റ്റ്യൻ കിട്ടാൻ വളരെയേറെ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, അപ്പം അതിനകത്ത് ഫിസിയോളജിയിലും മെഡിസിനിലും ഇത് 2 വിഭാഗത്തിൽ നോബൽ പ്രൈസ് കിട്ടിയതെന്ന് പറഞ്ഞാൽ ജെയിംസ് പി ആലിസണും പിന്നെ ആരാണ്? തസൂക്കു ഹോഞ്ചയ്ക്കുമാണ്. ഓക്കെ, അപ്പം ആർക്കൊക്കെയാണ് നമ്മളുടെ മെഡിസിനും അല്ലെങ്കിൽ ഫിസിയോളജിക്ക് നോബൽ പ്രൈസ് കിട്ടിയത്? ജെയിംസ് പി ആലിസൺ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നുള്ള ആളാണ്. പിന്നെ ആരാണ്? തസൂക്കു ഹോഞ്ചോ, ജപ്പാൻകാരനായ ഹസൂക്കു ഹോഞ്ചോയ്ക്കുമാണ്. ഇനി നമ്മൾ സാധാ പഠിച്ചു പോകുന്നതല്ല, ഇതിനകത്ത് എന്ത് കണ്ടുപിടുത്തത്തിനാണ് എന്നുകൂടി അറിഞ്ഞിരിക്കണം. പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പരീക്ഷയ്ക്ക് ട്രെൻഡ് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ഡീപ്പായിട്ട് പഠിക്കാതെ രക്ഷയൊന്നുമില്ലാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പം ക്യാൻസർ തെറാപ്പിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരീക്ഷണങ്ങൾക്ക് അതിന് ബന്ധപ്പെട്ട് നടത്തിയ വർക്കുകളുടെ പേരിലാണ് നമ്മുടെ ജെയിംസ് പി ആലിസണും തസാക്കു ഹോഞ്ചയ്ക്കും മെഡിസിനിൽ എന്ത് കിട്ടിയത്? നോബൽ സമ്മാനം ലഭിച്ചത്. അടുത്ത ഫിസിക്സിൽ 3 പേർക്കാണ് നോബൽ സമ്മാനം കിട്ടിയത്. അത് ജെറാൾഡ് മൺറോ, ഫ്രാൻസിൽ നിന്നുള്ള ജെറാൾഡ് മൺറോയ്ക്കും പിന്നെ ആരാണ്? ആർതർ ആഷ്കിൻ, US നിന്നുള്ള ആർതർ ആഷ്കിനും പിന്നെ ആരാണ്? കാനഡയിൽ നിന്നുള്ള ഡോണ സ്ട്രിക്ലാൻഡ്. ഇവർക്ക് 3 പേർക്കും കൂടിയാണ് ഫിസിക്സിൽ നോബൽ പ്രൈസ് കിട്ടിയത്. അവർ ലേസർ ഫിസിക്സിലെ ഒപ്റ്റിക്കൽ പൾസസുമായി ബന്ധപ്പെട്ട് നടത്തിയ കുറച്ച് പരീക്ഷണങ്ങൾ, അതിൻ്റെ സ്പീഡും ത്രഷോൾഡും ഒക്കെ മാറ്റി കുറച്ച് സ്പീഡ് ഇൻക്രീസ് ചെയ്തും ത്രഷോൾഡൊക്കെ മാറ്റി നടത്തിയ കുറച്ച് പരീക്ഷണങ്ങൾ. അത് നിങ്ങൾക്ക് ഡീപ്പായിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്യുക. അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും. നിങ്ങൾക്ക് ഇപ്പം ഈ എക്സാം വ്യൂവിൽ ഇത്രയും പഠിക്കുക. ലേസർ ഫിസിക്സിൽ ഒപ്റ്റിക്കൽ പൾസസുമായി ബന്ധപ്പെട്ട് നടത്തിയ പരീക്ഷണങ്ങൾക്കാണ് നമ്മുടെ ജെറാൾഡ് മൗറോ പിന്നെ ആരാണ്? ആർതർ ആഷ്കിൻ, ഡോണ സ്ട്രിക്ലാൻഡ്. ഈ 3 പേർക്കും എന്ത് കിട്ടിയത്? നോബൽ പ്രൈസ് കിട്ടിയത്. ഇനി കെമിസ്ട്രിയിലും ഫിസിക്സിലെ പോലെ തന്നെ 3 പേര് ചേർന്നാണ് നോബൽ പ്രൈസ് പങ്കിട്ടെടുത്തത്. ആ 3 പേരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ജോർജ് സ്മിത്ത് ഉണ്ട്, ഫ്രാൻസിസ് അർണോൾഡ് ഉണ്ട്, ഗ്രെഗ് വിന്റർ ഉണ്ട്. അപ്പം ഇതിൽ ജോർജ് സ്മിത്തും ഫ്രാൻസിസ് അർണോൾഡും അമേരിക്കക്കാരാണ്. ഗ്രെഗ് വിന്റർ എന്ന് പറയുന്നത് UK കാരനാണ്. അത് എന്തിനാണ് കിട്ടിയതെന്ന് പറഞ്ഞാൽ കൺട്രോൾ ഓഫ് എവല്യൂഷൻ നമ്മുടെ പരിണാമവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പരീക്ഷണത്തിൻ്റെ പേരിലാണ് നമ്മളുടെ ഈ 3 പേർക്കും എന്ത് കിട്ടിയത്? നോബൽ പ്രൈസ് കെമിസ്ട്രിയിൽ കിട്ടിയത്. ആ പേരൊക്കെ ഓർത്തിരിക്കുക. ജോർജ് സ്മിത്ത്, ഫ്രാൻസിസ് അർണോൾഡ്, ഗ്രെഗ് വിന്റർ.
അടുത്ത പീസ് പ്രൈസ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെന്നിസ് മുഗ്വേഗ്, പിന്നെ നദിയ മുറാദ്. ഓക്കെ, അപ്പം കോങ്കോക്കാരനായ ഡെന്നിസ് മുഗ്വേഗിനും ജർമ്മനിയിൽ നിന്നുള്ള നദിയ മുറാദിനുമാണ് എന്ത് കിട്ടിയത്? പീസ് പ്രൈസ് കിട്ടിയത്. അത് നമ്മുടെ സെക്ഷൽ വയലൻസിന് എതിരെ നടത്തിയ പോരാട്ടങ്ങളുടെ പേരിലാണ് എന്ത് കിട്ടിയത്? പീസ് പ്രൈസ് കിട്ടിയത്. ഇനി എക്കണോമിക്സിൽ, സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ പ്രൈസ് കിട്ടിയത് 2 US-കാരന്മാർക്കാണ്. ഒന്ന് വില്യം നൂർദാസ്. ഓക്കെ, വില്യം നൂർദാസിനും പിന്നെ ആർക്കാണ്? പോൾ റോമറിനും. ഓക്കെ, അപ്പം വില്യം നൂർദാസ്, പോൾ റോമർ, ഈ 2 പേർക്കാണ് ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട് നടത്തിയ പരീക്ഷണങ്ങളുടെ പേരിലാണ് ഇവർക്ക് എന്ത് കിട്ടിയത്? നോബൽ സമ്മാനം കിട്ടിയത്. ഓക്കെ, അപ്പം ഇത്രയും വിവരങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചത്. ഓക്കെ, അപ്പം ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് കാണുക. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ സ്ലൈഡ് ഒന്ന് പോസ് ചെയ്ത് എഴുതി വെച്ചിട്ടോ ഒക്കെ പഠിക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടാൻ എന്തായാലും സ്കോപ്പുള്ള ഒരു ഏരിയയാണ് ഇപ്പോൾ ഞാൻ കവർ ചെയ്തിരിക്കുന്നത്. ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ലാസ്റ്റ് സെക്ഷൻ ഒരു 5ാമത്തെ പാർട്ടുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട ബാക്കി എല്ലാ സംഭവങ്ങളും 2018 നടന്ന പ്രധാനപ്പെട്ട ബാക്കി എല്ലാ സംഭവങ്ങളും ഉൾക്കൊള്ളിക്കണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്.